ഐഡിയസ് നമ്മൾ എടുക്കാൻ പോകുന്നത് എ റോബോട്ട് വിത്ത് വൈറസ് ആണ്. ചാപ്റ്റർ നമുക്കൊന്ന് ക്വിക്ക് റീക്യാപ്പ് ചെയ്യാം. ഇത് ആരെ എഴുതിയത്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാനാണ് എഴുതിയത്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് അല്ലേ? ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. നല്ലൊരു പ്രഭാതമായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. എന്താണ്? സ്വർണ്ണ നിറമുള്ള സൂര്യകിരണങ്ങൾ എവിടെ നൃത്തം ചെയ്തു? തെരുവുകളിൽ നൃത്തം ചെയ്തു. ഇറ്റ് കാസ്റ്റസ് വാംസ് ഹ്യൂസ് അപ്പോൺ ഹൗസ് ടോപ്സ്. എന്താണ്? വീടിൻ്റെ മേൽക്കൂരകളിലും കാസ്റ്റ് ചെയ്തു. ഇത് എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. എയർ എന്താണ്? റിഫ്രഷിങ്ങും ക്രിസ്പുമായിരുന്നു. ഇത് സൺബീൻസ് പീപ്പിൾ ഇൻ ദ റിക്കി റൂം ത്രൂ സ്കൈലൈറ്റ് അല്ലേ? റിക്കിൻ്റെ റൂമിലേക്ക് സ്കൈലൈറ്റ് വഴി ആരും ഒളിഞ്ഞു നോക്കി? സൂര്യകിരണങ്ങൾ ഒളിഞ്ഞു നോക്കിയല്ലേ? ബട്ട് ഹി വാസ് സ്റ്റിൽ ഇൻ ദ ബെഡ്. പക്ഷെ എന്താണ്? റിക്കി സ്റ്റിൽ ഇൻ ദ ബെഡാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. ഹി വാസ് എ യങ് ബോയ് ഓഫ് വിച്ച് ഏജ്? 11. അവൻ 11 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബോയ് ആയിരുന്നു. റിക്കി ലിവ്ഡ് ഇൻ ദ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹോം വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. റിക്കി എന്താണ്? സ്വപ്നതുല്യമായ വീട്ടിലായിരുന്നു. പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഹി എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. അവനിക്ക് എന്ത് വേണമെങ്കിലും കിട്ടുന്ന ഒരു വീട്ടിലായിരുന്നു അവൻ. അതുകൊണ്ടാണ് അവൻ സ്വപ്നതുല്യമായ വീടെന്ന് പറയുന്നത്. അവൻ ചോദിക്കുന്നത് എന്തും അവൻ്റെ പേരൻസ് കൊണ്ടു കൊടുക്കും. സോ എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ബട്ട് ഹി വാസ് സ്ലോൺലി ഇൻ ഹിസ് ഹാബിറ്റ്. അവൻ്റെ ഹാബിറ്റ്സിലൊക്കെ അവൻ എന്താണ്? സ്ലോൺലി, അശ്രദ്ധമാണെന്നാണ് സ്ലോൺലീൻ്റെ അർത്ഥം വരുന്നത്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ പ്ലേസിലേക്ക് എന്താണ്? അവൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അവൻ്റെ റൂമിലെ എല്ലാ പ്ലേസിലേക്കും അവൻ്റെ സാധനങ്ങൾ അവൻ വലിച്ചെറിയും എന്നാണ് എത്രയോന്നെൻ്റെ അർത്ഥം വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിൽ എന്തൊക്കെയാണ് പറയുന്നത്? എ റോബോട്ട് വിത്ത് വൈറസ് എന്താണ് ഫസ്റ്റിൽ പറയുന്നത്? ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് അല്ലേ? അതൊക്കെ പറഞ്ഞു നമ്മൾ. വൈബ്രൻ്റ് ഗോൾഡൻ സൺലൈറ്റ് ആണ്. ഡാൻസർ ക്രൂസറാണ്. ഹൗസ് ടോപ്സിൽ വരുന്നുണ്ട്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. റിക്കിയാണ് കേന്ദ്ര കഥാപാത്രം. അവൻ എവിടെയാണ് ജീവിക്കുന്നത്? അവൻ സ്വപ്നതുല്യമായ വീട്ടിലാണ് അവൻ ജീവിക്കുന്നത് അല്ലേ? അവനക്ക് എന്ത് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും അവനക്ക് അവൻ്റെ പാരൻസ് കൊണ്ടു കൊടുത്തിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താണ്? അവൻ്റെ ഹാബിറ്റ്സിൽ സ്ലോൺലി ആണ്. അവൻ്റെ ഹാബിറ്റ്സിൽ എന്താണ്? അവൻ മടിയനും ഭയങ്കരമായി എന്താണ്? അശ്രദ്ധകരമായിട്ടുള്ളതാണ് അവൻ്റെ ഹാബിറ്റ്സിൽ അവൻ എപ്പോഴും കാണിക്കുക. അതുകൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ്റെ സ്ഥലത്ത് എന്താണ്? വലിച്ചെറിയും അവൻ. ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവൻ്റെ റൂമിലുള്ള എല്ലാ പ്ലേസിലേക്കും അവൻ്റെ സാധനങ്ങൾ വലിച്ചെറിയും. അതാണ് നമ്മൾ ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? നമ്മുടെ പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ ഓരോരോ പ്ലേസിലാണ് ഉള്ളത്. അവൻക്ക് പക്ഷെ അതൊന്നും ബോധേഡ് അല്ല. ഹി വാസ് നോട്ട് ബോധേഡ് വെദർ ദ തിങ്സ് അപ്പോൺ വേർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൈ ആർ ദ റിക്കീസ് ഹാബിറ്റൻസ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോലി? എന്തുകൊണ്ടാണ് റിക്കീൻ്റെ ഹാബിറ്റൻ ഡിസ്ക്രൈബ്ഡ് സ്ലോലി ആയത്? എന്തുകൊണ്ടാണ് അശ്രദ്ധമായിട്ടുള്ള റിക്കീൻ്റെ ഹാബിറ്റൻ അശ്രദ്ധമാവാൻ എന്താണ് കാരണം? നമ്മളവിടെ വിവരിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. റിക്കി ഹാബിറ്റൻ ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോലി ബിക്കോസ് ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ ഹൗസ്, നെവർ കീപ് തിങ്സ് ടൈഡി അല്ലേ? എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ് അല്ലേ? അവൻ്റെ സാധനങ്ങൾ അവൻ ഹൗസിൽ എവിടെയാണെങ്കിലും വലിച്ചെറിയുക ചെയ്യുക. ഹി നെവർ ഗെറ്റ് തിങ്സ്. അവൻ ഒരു സാധനവും അടുക്കി വെക്കുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു അവനിക്ക് അല്ലേ? അതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവം സ്ലോൺലി ആയിപ്പോയത്. അപ്പോൾ അവൻ്റെ സാധനങ്ങൾക്ക് ആരായിരിക്കും എടുത്തു വെക്കുക? അഫ്കോഴ്സ് ഹിസ് മദർ അല്ലേ? ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ ഓവർ ദ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ എല്ലാ മൂലയ്ക്കും നിന്ന് എന്താണ്? നമ്മുടെ അമ്മ, നമ്മുടെ റിക്കീൻ്റെ അമ്മ അല്ലേ? റിക്കീൻ്റെ അമ്മ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കും. ഹിസ് മദർ ഹു വാസ് എ മാനേജർ ഓഫ് ദ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. അവൻ്റെ അമ്മ എന്താണ്? നമ്മുടെ ബാങ്കിലെ മാനേജറാണല്ലേ? രാവിലെ അവർ പണിക്ക് പോകും, വർക്കിന് പോകും. ഷീ ഓൾവേസ് ഹാഡ് എ വർക്ക് ഫോർ റിക്കി. അവന് രാവിലെ
ബാങ്കിൽ ജോലിക്ക് പോകുമ്പോൾ എന്താണ് നമ്മുടെ റിക്കിക്കായി കുറച്ച് സമയം അവർ ബാക്കി വെക്കും. എന്തിനു വേണ്ടി? റിക്കീൻ്റെ പണികൾ തീർക്കാൻ വേണ്ടി. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ യുവർ സ്റ്റഡി റൂം. റിക്കി, നീ നിൻ്റെ സ്കൂൾ ബാഗ് എന്താണ് സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി വെക്കൂ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ വാഷിംഗ് മെഷീൻ. റിക്കി, wash your tiffin box. Ricky, iron your t-shirt and trousers and so on. But he was playing. റിക്കി നമ്മ ഇങ്ങനെ റിക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റിക്കി അത് ചെയ്യ്, റിക്കി ഇത് ചെയ്യ്, റിക്കി വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടൂ, റിക്കി ടിഫിൻ ബോക്സ് വാഷ് ചെയ്യൂ. പക്ഷെ റിക്കി എന്താ ചെയ്യുന്നത്? റിക്കി he nothing bothered about whether mother is saying or not, but he was playing. എന്നാൽ റിക്കി അതിനൊന്നും ബോധേഡ് ചെയ്യുന്ന ആളല്ല. അവനെപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കുന്നു. he was always playing. റിക്കി didn't help much around the house. വീട്ടിൽ അത്ര സഹായിക്കുന്ന ഒരാളല്ല. but he was as excited as his parents when they bought latest model of butler robot. പക്ഷെ ഒരു ദിവസം അവൻ്റെ പാരൻസ് ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. as soon as it arrived, off it went, cooking, cleaning, ironing. But the most important work it did was picking up of Ricky's clothes from the floor. അപ്പോൾ ബട്ട്ലർ റോബോട്ട് വന്നപ്പോൾ അവൻ എക്സൈറ്റഡ് ആയി. പക്ഷെ അത് വന്ന പാടെ തന്നെ എന്തൊക്കെ ചെയ്തു? കുക്കിംഗ് ചെയ്തു, ക്ലീനിങ് ചെയ്തു, അയണിങ് ചെയ്തു. ദി ഇമ്പോർട്ടൻറ്റ് നമുക്ക് എന്തായാലും അറിയാം, ആര് വന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് വരുന്നത് എന്താണ്? റിക്കീൻ്റെ വസ്ത്രങ്ങൾ ഫ്ലോറിൽ നിന്നും എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റോബോട്ടിൻ്റെ പണി ഇവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഏതൊരാൾ വന്നാലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്ക് എന്താണ്? റിക്കീൻ്റെ ക്ലോത്ത്സ് ഫ്ലോറിൽ നിന്നും പെറുക്കലായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്ട് ഹൗസ് ഹോൾഡ് കോറേഴ്സ് ഡിഡ് ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? എന്തൊക്കെ ഹൗസ് ഹോൾഡ് കോറേഴ്സ് ആണ് നമ്മുടെ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ ചെയ്തത്? കുക്കിംഗ്, ക്ലീനിങ്, അയണിങ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് വാട്ട്? റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. റിക്കീൻ്റെ ക്ലോത്ത്സ് പെറുക്കലായിരുന്നു ആരെ? റോബോട്ടിൻ്റെ പണി. ഗതികേട് നോക്കിയല്ലേ. ഓൺ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ്, ഹിസ് ബെഡ്റൂം വാസ് ഡിസാസ്റ്റർ സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. ആദ്യത്തെ ദിവസം തന്നെ അവൻ കിടക്കാൻ പോയി. റോബോട്ട് വന്ന ദിവസം തന്നെ അവൻ കിടക്കാൻ പോയി. പതിവ് പോലെ തന്നെ അവൻ്റെ റൂം ഡിസാസ്റ്റർ ആയിരുന്നു. ബട്ട് വെൻ ഹി വേക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് അവൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ അവൻ്റെ റൂം ഭയങ്കര ക്ലീനും റെഡിയുമായിട്ടാണ് നിന്നിരുന്നത്. വാവ്, വണ്ടർഫുൾ, ഹൗ നീറ്റ് ടൈഡി മൈ റൂം ലുക്സ്. മനോഹരമായിരിക്കുന്നു എൻ്റെ റൂം, എന്തൊരു നീറ്റുമാണല്ലേ. ടു ക്ലീൻ. പക്ഷെ അവൻ്റെ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ടോ നോർ ഹിസ് ഫൈൻഡ് ഫുട്ബോളോ. വെർ ഈസ് മൈ ടീഷർട്ട്, വെർ ഈസ് മൈ ബോൾ? ഹീസ് ക്വസ്റ്റ്യൻഡ് ഹിസ് മദർ. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടോ ഫുട്ബോളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ്റെ അമ്മേനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുക. ക്വസ്റ്റ്യൻഡ് ഹിസ് മം, വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മേ എൻ്റെ ഫുട്ബോളോടെ, അമ്മേ എൻ്റെ ടീഷർട്ടോടെ, അമ്മേ എന്നൊക്കെ പറയാം. നമ്മൾ വീട്ടിൽ ഇങ്ങനെ പറയുന്ന പോലെ തന്നെ അവൻ്റെ അമ്മയെ ക്വസ്റ്റ്യൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫാൻറ്റസി ഈവൻ ആഫ്റ്റർ ഹി സ്റ്റേജ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അവൻ തല കുത്തി നിന്നിട്ടും അവൻ്റെ ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വേർ കുഡ് ദ ഹാവ് ഗോൺ. അവനോട് തന്നെ ചോദിച്ചു, എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ഹൗവർ ഹി സെർച്ച്ഡ് ഡ്യൂറിങ് ദ ഡേ, ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് അപ്പിയർ ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അവൻ ആ ദിവസം മൊത്തം തിരഞ്ഞിട്ടും ഒരു സാധനം പോലും കിട്ടിയിട്ടില്ലല്ലേ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഹാൻഡ് വർക്ക്. അപ്പോൾ അവനക്കൊരു സസ്പീഷ്യസ് ആയി റോബോട്ടിൽ വന്ന്. അപ്പോൾ അവനക്ക് തോന്നി നമ്മുടെ റോബോട്ടിൻ്റെ കൈ ഇതിലുണ്ടാകുമെന്ന്. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട് ആൻഡ് ബിഗൺ ടു ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ നമ്മുടെ റോബോട്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. അവൻ റിക്കി നമ്മുടെ പ്ലാൻ ഉണ്ടാക്കി. ഫൈനലി ഹി കോട്ട് ഇറ്റ് ഇൻ റെഡ് ആൻഡ് അവസാനമായിട്ട് നമ്മുടെ റിക്കിക്ക് അവൻ കൈയോടെ തന്നെ പിടിച്ചു. എപ്പോഴാണ് പിടിച്ചത്? വൈൽ ഇറ്റ് വാസ് പിക്കിങ് ഓൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. എപ്പം റിക്കിയാണോ അല്ലല്ലേ, നമ്മുടെ റോബോട്ട് റിക്കിയുടെ ക്ലോത്ത്സ് പിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിക്കി വന്നിട്ട് റോബോട്ടിൻ്റെ കൈ പിടിച്ചത്. സോ റിക്കി ഫ്ലോഡ് റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് സൗണ്ട്. റിക്കി നമ്മുടെ റോബോട്ടിന് യാതൊരു സൗണ്ടും ഇല്ലാതെ നമ്മുടെ റിക്കി റോബോട്ടിൻ്റെ പിന്നാലെ നടന്നു.
to his surprise, he saw the robot folding his t-shirt neatly and keeping the pile of the clothes in the storeroom. ആഹാ, അവനെ അത്ഭുതത്തിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് നമ്മുടെ റിക്കി. നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, റോബോട്ട് അവൻ്റെ ടീഷർട്ടൊക്കെ നല്ല ക്ലീനായിട്ട് എവിടെ കൊണ്ടുപോയി വെക്കുന്നു, സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നു. അതെന്തിനായിരിക്കും? അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, റെഡ് ഹാൻഡിൻ്റെ. അത് ഞാൻ അവിടെ ആൻസറും അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ഇറ്റ് മീൻസ് കോട്ട് എന്താണ് റെഡ് ഹാൻഡഡ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയോടെ പിടിച്ചു ഇങ്ങനെ റോബോട്ട് നമ്മുടെ റിക്കീൻ്റെ ക്ലോത്ത്സ് എടുക്കുമ്പോഴാണ് എന്താണ് റിക്കി കൈയോടെ പിടിച്ചത്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. ഫാദർ, ദിസ് ബട്ട്ലർ റിപ്പോർട്ട് ഈസ് ഫോൾട്ടി. അപ്പോൾ തന്നെ അവൻ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ ബട്ട്ലർ റോബോട്ട് ഫാൾട്ടി ആണെന്നല്ലേ. ഈ ഫ്ലിച്ചഡ് മെത്തഡ്, അവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചു. ഫ്ലിച്ചഡ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി, ലെറ്റ് us സെൻഡ് ഹിം. എനിക്ക് തോന്നുന്നു അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ബാഡായിട്ടാണ്, നമുക്ക് അവനെ തിരിച്ചയക്കാം. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ പറഞ്ഞു, ഏയ് ഒരിക്കലും സംഭവിക്കില്ല. ഷുക്ക് ഹിസ് ഹെഡ്. അവൻ്റെ അച്ഛൻ തലയാട്ടി. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ട്. ഹി ഹാഡ് ഡിലൈറ്റഡ് വിത്ത് ന്യൂ റോബോട്ട് ബട്ട്ലർഡ് ആൻഡ് ഇറ്റ് ഇസ് ഡ്രീം കം ട്രൂ മൂമെൻറ്റ് ഒബ്സ്റ്റിനേറ്റഡ് ഇൻ ആൻഡ് എന്താണ് നമ്മുടെ റിക്കിയും അച്ഛനും തമ്മിലുള്ള പൊരിഞ്ഞാടിയാണ് നടക്കുന്നത് അല്ലേ. റിക്കീൻ്റെ അച്ഛൻ പറയുക, എ റോബോട്ട് ഈസ് വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് യു ക്യാൻ ഡു. അച്ഛൻ പറയുന്നു, നോക്കടാ നോക്ക്, എന്താണ് നമ്മുടെ റോബോട്ട് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഉപകരണമാണ് അല്ലേ. നോക്ക് അവൻ എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്സ് ഹി ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് തോന്നുന്നില്ല എന്താണ് അവൻ നല്ലതാണ് ചെയ്യുന്നത്, അവൻ ഉപദ്രവങ്ങളാണ് ചെയ്യുന്നത് കൂടുതലും. ഹി ആർ റോങ് റിക്കി. നീ തെറ്റാണ് പറയുന്നത് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. എന്താണ് നീ തെറ്റാണ് പറയുന്നത്? നിനക്കറിയില്ലേ റോബോട്ട് എന്തൊക്കെ ചെയ്യുന്നെന്ന് നിനക്കറിയില്ല. ഐ ക്യാൻ അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ വർക്ക് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. റോബോട്ടിനെ പ്രോപ്പർലി പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അതൊരു ബിഗ് പ്രോബ്ലമായിട്ടും മാറും. He kept complaining to his parents about the robot hiding things. റിക്കി എന്താണ് പാരൻസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്താണ് റോബോട്ട് എന്തൊക്കെ ഒളിക്കുന്നുണ്ട്, എൻ്റെ സാധനങ്ങൾ ഒളിക്കുന്നുണ്ട് അമ്മേ അച്ഛ ഒന്ന് നോക്കൂ. ദ ഔട്ട്റേറ്റർ വാട്ടർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. ഔട്ട്റേറ്റർ ചെയ്തു, അവന് എല്ലാ സാധനങ്ങളും ഔട്ട്റേറ്റർ ചെയ്തു. ആര്? പാരൻസ് അല്ലേ. One day the robot who was wearing past Jada, the boy complains. The robot returned the pair of rookie shoes and some of clothes. എന്താണ് ഒരു ദിവസം എന്താണ് നമ്മുടെ റോബോട്ട് നമ്മുടെ പോയിൻ്റ് കംപ്ലൈൻറ്റ് ഇങ്ങനെ കേൾക്കാൻ ഇടവായി. അപ്പോൾ റോബോട്ട് എന്ത് ചെയ്യുന്നു, അവൻ്റെ ഒരു പെയർ ഓഫ് ക്ലോത്ത്സും പിന്നെ ഷൂസും അവന് കൊടുത്തു. ഹിയർ സാർ, ഐ ഡോണ്ട് നോ ഇറ്റ് വാസ് ബോദറിങ്. ഇതാ സാർ, എനിക്കറിയില്ലായിരുന്നു ഇത് താങ്കളുടെ ബോധം ചെയ്യുന്നുള്ളത്. ഹൗ കിഡ് നോട്ട് യു തഫ്. ആഹാ എടാ കള്ള, യു ബി നിക്കിങ് മൈ സ്റ്റഫ് സ്പോട്ട്. എന്താണ് വീക്സ് ആഴ്ചകളായി നീ എൻ്റെ സാധനങ്ങൾ എടുക്കുന്നില്ലടാ കള്ള. നീ എന്തായിരുന്നു ചെയ്തിരുന്നത് ഇതിനെ കൊണ്ട്? ഐ ഹാഡ് തിങ്സ് യുവർ തിങ്സ് ലൈനിങ് സ്കാറ്റർ ഓൺ ദ ഫ്ലോർ. നിങ്ങളുടെ സാധനങ്ങളെയൊക്കെ എന്താണ് ഫ്ലോറിൽ തെറിച്ചോ. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ പല ചിതറി കിടക്കുക എന്നാണ് അർത്ഥം. സ്കാറ്റേർഡ് അതോട് യു ഡു നോട്ട് നീഡ് ദം. ഫ്ലോറിൽ ചിതറി കൊടുക്കേണ്ടവൻ തന്നെ എന്താണ് അത് റിക്കിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്ന് റോബോട്ട് വിചാരിച്ചു. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദിസ് നോട്ട് വാണ്ടഡ് അറ്റ് നൈറ്റ്. ഐ സെൻഡ് ദം ടു എ പ്ലേസ് വേർ ദ ഹ്യൂമൻസ് ക്യാൻ യൂസ്. ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്, എന്താണ് അവർക്ക് വേണ്ടാത്ത നോട്ട് വാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ രാത്രി പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും. വിച്ച് ഐ എം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ വേ യു അൺഅവെയർ ഇറ്റ്. ദ റോബോട്ട് സെഡ് വിത്ത് ആൻ കർട്ടൻ പ്രൈഡ്. അവർ രാത്രി എന്താണ് നമ്മുടെ അതർ വുമൻസസ് വി ക്യാൻ യൂസ് ദം. ഈ ഇരിക്കുന്ന സാധനങ്ങൾ മറ്റു മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കും. നിങ്ങൾക്കറിയില്ലായിരുന്നു. വെരി അൺഅവെയർ ഇറ്റ് റോബോട്ട് സൈഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ് അല്ലേ. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് നിങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് റിക്കിനോട് റിക്കി വാസ് അഷേംഡ്. അയ്യോ റിക്കി എന്താണ് റിക്കിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിയല്ലേ, നാണക്കേട് തോന്നിയല്ലേ. അഷേംഡ് പറഞ്ഞ് നാണക്കേടാണ്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഓഫ് ഹിസ് ലൈഫ് ട്രീറ്റിംഗ് ത്രൂ ദേ വർ യൂസ്ലെസ്.
അവൻ്റെ ജീവിതം മൊത്തം അവൻ്റെ സാധനങ്ങൾ ഒരു യൂസ്ലെസ് ആയിട്ടാണ് തീരുന്നത്. അവന് മനസ്സിലായി ഹി കെയർ ഫോർ നത്തിങ് എന്നാണ്. അവൻ്റെ സാധനങ്ങൾ ഒന്നും സൂക്ഷിക്കുകയോ കെയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. യെറ്റ് ദെയർ ആർ മെനി പീപ്പിൾസ് ഇൻ ദ വേൾഡ് ഹൂ ക്യാൻ റിലേറ്റഡ് ടു ഹാവ് റിക്കി തിങ്സ്. എന്താണ് നമ്മുടെ റിക്കിൻ്റെ തിങ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. റിക്കിൻ്റെ തിങ്സ് കിട്ടാൻ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ തീരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലാസ്റ്റ് സെൻറ്റൻസ്. സിൻസ് ദ റിക്കി ഡിസൈഡ് ടു ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ്. അപ്പോൾ നമ്മുടെ റിക്കി എന്താണ് മാക്സിമം എഫിഷ്യൻസി പോവാൻ എന്താണ് തീരുമാനിച്ചു അല്ലേ. ഹി പുട്ട് എ റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ സാധനങ്ങൾ റിയൽ കെയർ ചെയ്യാൻ കുറച്ച് ട്രീറ്റ് ചെയ്തു. ഹി കെപ്റ്റ് തിങ്സ് tidy and made sure he didn't have more than what was necessary. അവൻ്റെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. പിന്നെന്താണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് അവൻ ഉപയോഗിക്കാറ്. when he took his life out of the robot's book with his pocket money and he began to help people and buying needful things for them. ഇതൊക്കെയാണ് നമ്മുടെ റിക്കിക്ക് വന്ന ബിഹേവിയറിലെ മാറ്റങ്ങൾ. അവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ എവിടെ നിന്ന് തന്നെ കിട്ടും, നമുക്ക് പാരഗ്രാഫിൽ തന്നെ കിട്ടും. അതാണ് ഞാൻ അവിടെ ആൻസർ ആഡ് ചെയ്തത് അല്ലേ. അവനിൽ വന്ന മാറ്റങ്ങളാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ആക്ടിവിറ്റീസാണ്, അതായത് 1 മുതൽ 10 വരെ ഞാൻ ഒരൊറ്റ പേജിലാണ് ആക്കിയിട്ടുള്ളത്. സംഭവം നിങ്ങൾക്ക് സിമ്പിളായിരിക്കും പഠിക്കാൻ. നമ്മുടെ എക്സാമിലൊക്കെ നമുക്ക് ഇങ്ങനെയല്ല അല്ലേ, സിമ്പിളായിട്ടുള്ളതല്ലേ നമുക്ക് വായിക്കാനൊക്കെ പഠിക്കാനൊക്കെ സിമ്പിളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനെന്താ ഒരൊറ്റ പേജിൽ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എല്ലാം എഴുതും. ഞാൻ ഒറ്റൊന്നുപോലെ മിസ്സാക്കിയിട്ടില്ല. കോൺവെർസേഷൻ ആയാലും ഒരു ഡിസഗ്രിമെൻ്റ് ആയാൽ പോലും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ഈ ഒറ്റ പേജിലാക്കിയിട്ടുണ്ട്. ഈ പേജ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് വേണമെങ്കിൽ ഈ പേജ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം ഡോക്യുമെൻറ്റ്സും ഉണ്ട് കേട്ടോ. എല്ലാ ഡോക്യുമെൻറ്റ്സും ആൻസേഴ്സും എല്ലാം ഉണ്ട്. ഇമെയിൽസ് ആയാലും എല്ലാം. ഇമെയിൽസൊക്കെ ഞാൻ ഷോർട്ട് നോട്ടായിട്ട് എഴുതാം. നിങ്ങൾക്ക് വായിക്കാൻ സിമ്പിളാവും. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേജ് തന്നെ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. നമുക്ക് സിമ്പിളായിരിക്കും. നമ്മുടെ പാരൻസിന് ഇൻസ്ട്രക്ഷൻസും റിക്വസ്റ്റ്സും ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ചാപ്റ്റർ ഞാൻ ഒരു ക്വിക്ക് റീക്യാപ്പ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.